ിലേക്ക് സ്വാഗതം. ഇത് മെസ്സിക്കും പണത്തിനും വേണ്ടി നടത്തുന്ന ലോകകപ്പാണ്. ഇത് അഴിമതിയുടെ കൈക്കൂലിയുടെ ലോകകപ്പാണ്. ഇത് റിഗ്ഡ് ആണ്. പൊട്ടിത്തെറിക്കുകയാണ് ഈജിപ്തിൻ്റെ കോച്ച് ഹൊസം ഹസൻ. വല്ലാത്തൊരു പ്രതികരണമാണ് അദ്ദേഹം കളിക്ക് ശേഷം നടത്തിയത്. ഇതിൽ ഒരു കാരണവശാലും ഇത് ഫെയർ ആയിട്ടുള്ള നീതിപൂർവമായിട്ടുള്ള ഒരു ലോകകപ്പല്ല. ഞങ്ങളോട് വല്ലാത്ത അനീതിയാണ് കാണിച്ചത്. ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു പെനാൽറ്റി തന്നില്ല. ഞങ്ങളുടെ ഒരു ന്യായമായ ഒരു ഗോൾ അത് ഡിസലോ ചെയ്തു, അത് അനുവദിച്ചില്ല. ഇത് തീർച്ചയായിട്ടും ഇതെല്ലാം കാണിക്കുന്നത് റഫറി അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചു എന്ന് തന്നെയാണ്. റഫറിങ്ങിന് വളരെ മോശമായിരുന്നു. റഫറിക്ക് ഒരു സ്കോർ ലൈൻ ഉണ്ടായിരുന്നു. അയാൾ മനസ്സിൽ കണ്ട ഒരു സ്കോർ ലൈൻ ഉണ്ടായിരുന്നു. അർജന്റീന ജയിക്കേണ്ട ഒരു സ്കോർ ലൈൻ, അതിലേക്ക് അയാൾ എത്തിച്ചു എന്നൊക്കെയാണ് ഈജിപ്തിൻ്റെ കോച്ച് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ ലോകകപ്പിൽ ഇനി ഞാൻ മറ്റ് മത്സരങ്ങൾ കാണില്ല. അതിൻ്റെ പ്രതിഷേധമാണ്. ഞാൻ ഈ ലോകകപ്പ് കാണുന്നത് അവസാനിപ്പിക്കുകയാണ്. ഇത് അർജന്റീനയ്ക്ക് വേണ്ടിയുള്ള ലോകകപ്പാണ്, മെസ്സിക്ക് വേണ്ടിയുള്ള ലോകകപ്പാണ്, ഇത് പണത്തിന് വേണ്ടിയുള്ള ലോകകപ്പാണ്. അവർക്ക് എന്ത് ചെയ്തായിട്ടായാലും അർജന്റീനയെയും മെസ്സിയെയും ഈ കളിയിൽ തുടരാൻ അനുവദിക്കണം. ഈ ടൂർണമെൻറ്റിൽ അത് പണവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും ഫെയറായി നടക്കുന്നില്ല, ഒന്നും നീതിപൂർവ്വം നടക്കുന്നില്ല, എല്ലാം അനീതിയാണ് എന്നാണ് ഈജിപ്ഷ്യൻ കോച്ച് ഹൊസം ഹസൻ ആരോപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അവരുടെ 67ാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഗോൾ അടിച്ച സീക്കോയും അതിഗംഭീരമായി അതിനിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. ഇത് റഫറിക്കും അർജന്റീനയ്ക്കും അഭിനന്ദനങ്ങൾ എന്നാണ് സീക്കോ പറഞ്ഞത്. അർജന്റീന ഇപ്പോൾ തന്നെ ലോക ചാമ്പ്യന്മാരായി കഴിഞ്ഞു. ലോക ചാമ്പ്യന്മാരായതിന് അഭിനന്ദനങ്ങൾ. ഒപ്പം റഫറിയെയും അഭിനന്ദിക്കുന്നു എന്നാണ് സീക്കോ പറഞ്ഞത്. ഇത് മൊത്തം അഴിമതിയാണ് ഈ ലോകകപ്പ്. ദിസ് ഈസ് റിഗ്ഡ് എന്നാണ് സീക്കോ പറഞ്ഞത്. എന്തായാലും ഈജിപ്തിൻ്റെ കോച്ചും താരങ്ങളും ഒക്കെ ഒരേ വർത്തമാനമാണ് പറയുന്നത്, ഒരേ വാചകങ്ങളാണ് ആവർത്തിക്കുന്നത്. അവർ കടുത്ത നിരാശയിലും പ്രതിഷേധത്തിലുമാണ്. അവർ പൊട്ടിത്തെറിക്കുന്നു. കാരണം അവരുടെ ആരോപണങ്ങൾക്ക് വലിയ മാനങ്ങളുണ്ട്. ആ വലിയ മാനങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുകയും വലിയ വിവാദവുമായി തീരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്.